ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് DC വേൾഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓറിയോ കേക്കാണ്. ഇതിൻ്റെ ഓവൻ ആവശ്യമില്ല, കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതിനായിട്ട് നമ്മൾ 2 കവർ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. 120 ഗ്രാം വരുന്ന 30 രൂപയുള്ള ബിസ്ക്കറ്റാണിത്. ഒരെണ്ണത്തിൽ 13 എണ്ണം കാണും. ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അല്പം പോലും തരിയില്ലാതെ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു പാക്കറ്റ് ഞാനിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പാക്കറ്റ് കൂടി പൊടിച്ചെടുക്കാം. ഇതുപോലെ 2 കവർ ബിസ്ക്കറ്റ് ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. കാരണം നമ്മുടെ ബിസ്ക്കറ്റിൽ ക്രീം കൂടി ചേർത്താണ് നമ്മൾ പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിന് മധുരം കാണും. പിന്നെ കേക്കിന് ഇച്ചിരി കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മൾ ഇതിലേക്ക് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 സ്പൂൺ കൊക്കോ പൗഡർ ഇവ ചേർത്ത് കൊടുക്കുകയാണ്. കൊക്കോ പൗഡർ ഓപ്ഷണൽ ആണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാൻ പോവുകയാണ്. നമ്മുടെ ബാറ്ററി തയ്യാറാക്കാനുള്ള പാലാണിത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി നമുക്ക് ഇതിലേക്ക് പാല് കുറേശ്ശെ ഒഴിച്ച് ബാറ്ററി തയ്യാറാക്കാം. നമ്മുടെ ബാറ്ററി തയ്യാറായിട്ടുണ്ട്. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം ഇത് തയ്യാറാക്കാനായിട്ട്. ഇവിടെ നമ്മൾ 1/2 കപ്പ് പാല് ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ബാറ്ററി തയ്യാറാക്കാൻ. നമ്മൾ കുക്കറിലാണ് കേക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഞാനൊരു ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ തേച്ച് കൊടുത്താലും മതി. ദോശക്കല്ല് ഞാൻ 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോകാനായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ദോശക്കല്ലിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഈ കുക്കറിന്റെ വെയിറ്റ് മാറ്റിയിട്ട് 30 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതിന്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ടൂത്ത് പിക്ക് ക്ലീൻ ആണ്, അതിനർത്ഥം നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം.
വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് ഈ കേക്ക്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.